സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലെ ദീല പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന ക്രൈസ്തവ ദേവാലയത്തിൽ ഞായറാഴ്ച നടന്ന പ്രാർത്ഥനാ മധ്യേ ഇസ്ലാമിക് സ്റ്റേറ്റ്സിൻ്റെ ചാവേർ ആക്രമണത്തിൽ 20ഓളം ക്രൈസ്തവർക്ക് ദാരുണാന്ത്യം. ദമാസ്കസിലെ മാർ ഏലിയാസ് ദേവാലയത്തിലാണ് ചാവേർ സ്ഫോടനമുണ്ടായത്. ചാവേർ ആക്രമണം നടന്ന സ്ഥലത്തു നിന്ന് പുറത്തുവന്ന വീഡിയോയിൽ രക്തത്തിൽ കുളിച്ച് മൃതദേഹങ്ങളും ചിതറിക്കിടക്കുന്ന കുരിശുകളും പീഠങ്ങളും ഉൾപ്പെടെ ഹൃദയഭേദകമായ ദൃശ്യങ്ങളാണുള്ളത്. വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ സൈനിക അട്ടിമറിയിലൂടെ പുറത്താക്കിയ ശേഷം ദമാസ്കസിൽ നടക്കുന്ന ആദ്യ ചാവേർ ആക്രമണമാണിത്. സ്ഫോടനത്തിൽ 52 പേർക്ക് പരിക്കേറ്റതായി ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് സിറിയയുടെ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി വ്യക്തമാക്കി. ദേവാലയത്തിൽ പ്രവേശിച്ച ചാവേർ തുടരെ വെടിയുതിർത്ത ശേഷം സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നും ഭീകര സംഘടനയായ IS ആണ് ചാവേർ ആക്രമണത്തിന് പിന്നിലെന്നും സിറിയൻ ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു. ചാവേറിനൊപ്പം മറ്റൊരാൾ കൂടെയുണ്ടായിരുന്നതായി സൂചനയുണ്ട്. പരിക്കേറ്റവരിൽ നിരവധി കുട്ടികളുമുണ്ടെന്ന് പ്രാദേശിക സിറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ദമാസ്കസിലെ മാർ ഏലിയാസ് ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന തീവ്രവാദ ചാവേർ ബോംബാക്രമണത്തെ അസന്ദിഗ്ധമായി അപലപിക്കുകയാണെന്ന് ഗ്രീക്ക് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. സിറിയൻ അധികാരികൾ ആക്രമണത്തിന് പിന്നിലുള്ളവരെ മുന്നിൽ കൊണ്ടുവരണമെന്നും ക്രിസ്ത്യൻ സമൂഹങ്ങളുടെയും എല്ലാ മതവിഭാഗങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെടുകയാണെന്ന് മന്ത്രാലയം പ്രസ്താവിച്ചു. സിറിയയിൽ ക്രൈസ്തവ കൂട്ടക്കുരുതിയെ അപലപിച്ച് ഫ്രാൻസ്, ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രാലയങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. ഈ മാസത്തിന്റെ ആരംഭത്തിൽ സിറിയൻ നഗരമായ ഹോംസിലെ സിറിയൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിന് നേരെ സായുധ സംഘം വെടിവെപ്പ് നടത്തിയിരുന്നു. ബുസ്റ്റാൻ അൽദിവാൻ പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന സെയിന്റ് മേരി ഓഫ് ദി ഹോളി ബെൽറ്റ് കത്തീഡ്രലിന് മുൻഭാഗത്ത് സ്ഥാപിച്ച കുരിശിന് നേരെയാണ് വെടിവെപ്പ് നടത്തിയത്. ഇതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇവിടെ നിന്ന് 160 കിലോമീറ്റർ മാറിയുള്ള ദമാസ്കസിൽ ക്രൈസ്തവ കൂട്ടക്കൊല അരങ്ങേറിയിരിക്കുന്നത്.